ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് തവണ MLA ആയി. ഇത് വളരെ ജനകീയമായ ഒരു നേതാവ്, എല്ലാവർക്കും ഏത് വീട്ടിലേക്ക് ഏത് നേരത്തും കയറി ചെല്ലാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്. ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് CPIM നിന്നും കോൺഗ്രസ് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു, ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരാൻ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 3 തവണ ജനപ്രതിനിധിയായി, അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായിരുന്നു, പ്രസിഡൻ്റായിരുന്നു, ഈ 3 തവണ MLA ആയിരുന്നു. മനുഷ്യസാധ്യമായതെല്ലാം ആ 3 ടേൺ കൊണ്ട് ആ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തു, ജനങ്ങളോടൊപ്പം നിന്നു, എല്ലാ പ്രവർത്തനം നടത്തി. 3 പ്രാവശ്യം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും പുതിയൊരാൾ വരുന്നത് നല്ല സന്തോഷം തന്നെയാണ്. അങ്ങനെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ആ സ്ഥാനാർത്ഥിയോടൊപ്പം ത്രൂ ഔട്ട് എന്നെക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് മണ്ഡലത്തിലുടനീളം വർക്ക് ചെയ്ത് ജയിച്ചു കഴിഞ്ഞു. മന്ത്രിയായി കഴിയുമ്പോൾ മണ്ഡലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൂടെ കൊണ്ടുപോയി വിട്ടിട്ടാണ് ഞാൻ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ ദിവസങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ തുടക്കങ്ങൾ, MLA ഫണ്ട് വെച്ചത്, പണി പൂർത്തീകരിച്ചത്, തുടങ്ങാനുള്ളതെല്ലാം വരുമ്പോൾ അതിൻ്റെ എല്ലാം ഉദ്ഘാടനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പത്രം വായിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. കഠിനമായ ജോലി ചെയ്ത് മനുഷ്യർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ആ പ്രവർത്തനം ചെയ്തത് കാണാതെ പോയി. പാർട്ടി എന്നെ ആക്കി എന്നുള്ളത് മാത്രമേ ആയുള്ളൂ. അപ്പോൾ അതിലെ കുറേ വിഭാഗം, ഞാൻ എപ്പോഴും പറയും, ആ പാർട്ടിയിലെ ഒരു വിഭാഗം മാത്രം നടത്തുന്ന, അതാണ് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പം മുൻ മന്ത്രിയൊക്കെ പാർട്ടി വിട്ടുപോയിട്ടുള്ളത്. നിരവധി ആൾക്കാർ ആ പ്രസ്ഥാനം വിട്ടുപോയിട്ടുള്ളത് അതിലുണ്ടായ മൂല്യച്യുതിയാണ്.